ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ സ്വിഫ്റ്റ് ഡിസയർ ഡീസലുണ്ടോ. ആ കസ്റ്റമർ കംപ്ലയിൻറ്റ് ഓയിൽ നല്ലപോലെ കുറയുന്നുണ്ട്, പിന്നെ വലിക്കുന്നില്ല, പുള്ളിങ് നല്ലപോലെ കുറവുണ്ട്. അപ്പോൾ ഈ ജാറും മാനിഫോൾഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ആ പുള്ളിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് ഓയിൽ ലീക്ക് ഉണ്ട്, ഓയിൽ സെപ്പറേറ്റ് ആവുന്ന ലീക്ക് ഉണ്ട്, പൈപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ ടെർബോ ചെക്ക് ചെയ്തു, ടെർബോ ചെക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ ഇമ്പല്ലർ നല്ലപോലെ പോയിട്ടുണ്ട് കേട്ടോ, നല്ല പോലെ ഷെയ്ക്കുണ്ട്. പിന്നെ ടെർബോൻ്റെ അടിയിലുള്ള ഒരു റിട്ടേൺ ഹോസ് ഉണ്ടല്ലോ, ആ ഹോസ് നല്ല ബെൻഡുണ്ട്. അപ്പോൾ അതുവഴി ഓയിൽ കയറിപ്പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ഓയിൽ സെപ്പറേറ്ററിൻ്റെ അതുവഴി ഓയിൽ നല്ല ലീക്കായി പോകുന്നുണ്ട്. അതാണ് ഓയിൽ ഡ്രോപ്പ് എല്ലാം കാരണം. വലിയില്ലാത്ത കാരണം ഈ ടെർബോൻ്റെ ഇമ്പല്ലർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെർബോ അയച്ചിട്ടുണ്ട്, പുതിയ ടെർബോ കയറ്റിയില്ല കേട്ടോ. അതിൻ്റെ കോറ് മാറ്റിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ പഴയ കോറ് കേട്ടോ, ഇതുണ്ടോ. അപ്പോൾ ഈ സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഇമ്പല്ലർ നല്ല ഷെയ്ക്കുണ്ട് കേട്ടോ. ആ ഷെയ്ക്ക് കാരണമാണ് വലിയ കാര്യങ്ങളും ഇല്ലാത്തത്. ഞാൻ കാണിച്ചുതരാം, ഇളക്കി കാണിച്ചാൽ ഇതുണ്ടോ, ഷെയ്ക്കുണ്ടോ. അപ്പോൾ ടെർബോ എപ്പോഴും നമ്മളെ വണ്ടി സർവീസ് പക്ക അല്ലാന്നുണ്ടെങ്കിൽ ടെർബോ പെട്ടെന്ന് പോകും കേട്ടോ. ഇതിൻ്റെ റിട്ടേൺ ഹോസ് ഉണ്ടോ ചളിങ്ങിയിരിക്കണം. അപ്പോൾ ഇവിടെ ചളുക്കം വന്നു കഴിഞ്ഞാൽ ഓയിൽ അവിടെ ഇപ്പുറത്തെ ഇമ്പലൻ്റെ സൈഡിൽ കൂടെ ഓയിൽ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. റിട്ടേൺ ഹോസാണ്. അപ്പോൾ നമ്മൾ ഈ ഹോസും കൂടി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഡീസൽ വണ്ടിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും 10,000 നിൽക്കരുത്. 10,000 നിന്ന് കഴിഞ്ഞാൽ ടെർബോൻ്റെ ലൈഫ് കുറയും, എഞ്ചിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ കുറയും, നല്ലപോലെ കട്ടിങ് ആവും കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു ഡീസൽ വണ്ടി ഏകദേശം ഒരു 5,000 അല്ലെങ്കിൽ 7,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് ഓയിൽ മാറുക ആണ് എഞ്ചിനും നല്ലത്, ടെർബോയ്ക്കും നല്ലത്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് എങ്ങനെ ഐഡ്ലിങ് നിർത്തണം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് പോയത് റേസാക്കും ചെയ്തത്. ഈ ടെർബോയ്ക്ക് ഓയിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും, അത് സമയം കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് പോയി കഴിഞ്ഞാൽ ഓയിലിൻ്റെ ഓയിൽ സീലും കാര്യങ്ങളും അവിടെ തേയ്മാനം വരെ ഇമ്പല്ലറിന് കംപ്ലയിൻറ്റ് അങ്ങനെ വരും കേട്ടോ. അപ്പോൾ എപ്പോഴും വണ്ടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഐഡ്ലിങ്ങിൽ അവിടെ നിർത്തിയിടുക. അതിന് ശേഷം വണ്ടി എടുത്തുകൊണ്ട് പോകുക. പിന്നെ വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഓടി വന്ന് ഓഫ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഓഫ് ചെയ്യരുത്. അപ്പോഴും ഒരു മിനിറ്റ് സാവകാശം കൊടുക്കുക. അതായത് ഓടി വരുന്ന വണ്ടി അതിൻ്റെ ഇമ്പല് നല്ല ഇതിൽ കറങ്ങിക്കൊണ്ടിരിക്കുക.